good morning viewers. Welcome to LKG Max class. നമ്മുടെ LKG Max classൽ നമ്മൾ 2 digit numbers പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ലാസ്റ്റ് ഏത് നമ്പർ ആണ് പരിചയപ്പെട്ടത്? 15, 16, 17 and 18. Here is new 2 numbers too. നമ്മൾ ഇവിടെ പുതിയ രണ്ട് നമ്പേഴ്സിനെ കൂടെ പരിചയപ്പെടാൻ പോവാണ്. I will introduce that numbers. ഫസ്റ്റ് വൺ അങ്ങനെ ഡയറക്റ്റ് പോയി പറഞ്ഞിരുന്നതിനെക്കാട്ടിലും സുഖം എന്താ, നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാനേ. കൗണ്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? Come on, let's count the flowers. എവിടെയാണ് ഫ്ലവേഴ്സ് ഉള്ളത്? കമോൺ എന്നൊക്കെ ഞാൻ വലിയ കാര്യത്തിൽ പറഞ്ഞു. എവിടെ പോയിട്ടാ കൗണ്ട് ചെയ്യാൻ പോകുന്നത്? Look at your page number 62. Look at the page number 62. There is a box. അവിടെ എന്തുണ്ട്? ഒരു ബോക്സ് ഉണ്ട്. ബോക്സ് കണ്ടോ? കണ്ടു. Yes. Then look at the flowers. Flowers kando. What is the color of that flower? It is green. This green. Slight pista green. Yeah. Then count the flowers. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. 18 വരെയല്ലേ പഠിച്ചുള്ളൂ. There is one flower left. ഒരു ഫ്ലവർ കൂടെ ലെഫ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. How to count that flower? നമുക്ക് 18 വരെയല്ലേ അറിയുള്ളൂ. How to count? That is 19. പുതിയ ഫ്ലവറും കൂടെ ചേർന്നാൽ 18 കൂടെ ഒരു ഫ്ലവറും കൂടെ ചേർന്നപ്പോൾ എന്തായി? That is 19. 18 കൂടെ ഒന്ന് ചേർന്നാൽ 19 എന്നെങ്ങനെ എഴുതുക? How to write the letter? How to write the number? 19 എഴുതേണ്ടത് 1 ആദ്യം എഴുതുക, അതിനുശേഷം 9 എഴുതുക. 1, 9, 19. Okay? NINETEEN. NINETEEN 19. NINETEEN എന്നും കൂടെ ഉണ്ട്. NINETEEN 19. Okay, this is the spelling. And താഴത്തുള്ള ബോക്സിൽ, നമ്മുടെ ടൗൺ പൊസിഷനിലുള്ള ബോക്സസിൽ 19 എഴുതാനുള്ള ബോക്സ് ആണത്. ആ ബോക്സസിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 19 എന്ന് ന്യൂമറൽ ലെറ്റർ ആയിട്ടും പ്രാക്ടീസ് ചെയ്യണം. അതിനുശേഷം നമ്പർ നെയിംസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. ദെൻ സ്ലൈഡിൽ പ്രാക്ടീസ് ചെയ്യണം, നോട്ട് ബുക്കിൽ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ അവിടെ ഗ്രീൻ കളർ കഴിഞ്ഞപ്പോൾ ബ്ലൂ കളർ ഫ്ലവേഴ്സ് തന്നിരിക്കുന്നു. ലുക്ക് അറ്റ് there. ബ്ലൂ കളർ ഫ്ലവേഴ്സ് എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാലോ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19 അല്ലേ നമ്മൾ മുമ്പ് പഠിച്ചേ. ഇത് വീണ്ടും പുതിയൊരു ഫ്ലവർ വന്നിരിക്കുക. അപ്പോ ഈ ന്യൂ ബ്ലൂ കളർ ഫ്ലവറിന്റെ പേരെന്താ? എത്രാമതാണ് അതിന്റെ പൊസിഷൻ? അതിനെങ്ങനെ കൗണ്ട് ചെയ്യും? How to count that? That is 19 കൂടെ ഒന്നുകൂടി ചേരുമ്പോ എന്താവും? 19 കൂടെ 1 ചേർന്നാൽ 20 ആണ്. 20 എന്നാ പറയേണ്ടത്. എന്താണ്? 20. ഓക്കെ, അപ്പോ 20 എന്നുള്ള ന്യൂ നമ്പർ ആണ് നമ്മൾ പഠിക്കുന്നത്. ടോട്ടൽ 20 ബ്ലൂ കളർ ഫ്ലവേഴ്സ്. അവിടെ 20 ബ്ലൂ കളർ ഫ്ലവേഴ്സ് ഉണ്ട്. നീല നിറത്തിലുള്ള പൂക്കൾ 20 എണ്ണമുണ്ട്. 20യുടെ സ്പെല്ലിംഗ് എന്താണെന്നറിയോ? TWENTY. And 20 എങ്ങനെ എഴുതാന്നറിയോ? ചൂടുക പിന്നെ ഒരു 0 ഇട്ട് കൊടുക്കുക. ചൂടുക പിന്നെ ഒരു 0 ഇട്ട് കൊടുക്കുക. 20. ഓക്കെ, അപ്പൊ 20 വരെയുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ ഡബിൾ ഡിജിറ്റ് അല്ലെങ്കിൽ 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ എൻഡിങ് ആണ് ഇവിടെ. എൻഡിങ് അല്ല, ശരിക്കും എൻഡിങ് അല്ല, നമ്മൾ പഠിക്കുന്നതിന്റെ എൻഡിങ്. ഇനി നമുക്ക് വേറെ ക്ലാസ്സുകളിൽ കുറെ കൂടെ പഠിച്ച ശേഷം, ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിച്ച ശേഷമേ നമ്മൾ പുതിയ നമ്പേഴ്സ് പഠിക്കുള്ളൂ കേട്ടോ. ഇപ്പൊ നമുക്ക് 20 വരെ പഠിച്ചാൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ഞാൻ പരിചയപ്പെടുത്തരാം. നിങ്ങൾ ഇതുവരെയുള്ള നമ്പേഴ്സ് ബൈ ഹാർട്ട് ചെയ്ത ശേഷം എന്ത് ചെയ്താൽ മതി? ആ ആക്ടിവിറ്റി ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അവിടെ നിങ്ങളുടെ പേജ് നമ്പർ 63 ഒരു ആക്ടിവിറ്റി തന്നിരിക്കുകയാണ്. റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നമ്പേഴ്സ് കുറച്ച് ബോക്സസിൽ സോർട്ട് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് സം ഓഫ് ദ നമ്പേഴ്സ് ആർ മിസ്സിംഗ്. നമുക്ക് എന്ത് ചെയ്യണം? വി വാണ്ട് ടു ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പേഴ്സ്. ഓക്കെ, നമ്മൾ കാണാതെ അവരെ കണ്ടുപിടിക്കാൻ പോവാണ്. Okay, that is the first one, 1. Then the second one, 2. And the third one is
3 അല്ലേ 3 അല്ലേ കൗണ്ട് ചെയ്യാൻ അറിയില്ലേ 1 2 3 3 പക്ഷെ അവിടെ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ബോക്സിൽ 3 എന്ന് എഴുതി കൊടുക്കണം. നെക്സ്റ്റ് 3 കഴിഞ്ഞാൽ ഏതാ വരിക 4 അല്ലേ, അപ്പൊ അവിടെ 4 എന്ന് എഴുതി കൊടുക്കണം. പിന്നെ ഏതാ വരിക 5, താഴത്തെ ബോക്സിൽ 5 എന്ന് എഴുതണം. പിന്നെ 6 അല്ലേ, അപ്പൊ അതിനപ്പുറത്ത് 6 എഴുതണം. അടുത്ത നമ്പർ ആരാ 7 ആണ്. 7 അവിടെ ഉണ്ട്, 7 അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 7 എഴുതേണ്ട ആവശ്യമില്ല. 7 കഴിഞ്ഞ അടുത്ത നമ്പർ ഏതാ 8. 8 അവിടെ എഴുതണം. 8 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ആരാ 9 ആണ്. 9 അവിടെ ഉണ്ടല്ലോ. പിന്നെ അടുത്ത നമ്പർ ആരാ 10. 10 എങ്ങനെ എഴുതുക മറന്നുപോയോ? ഇല്ലല്ലോ. അപ്പോ 10 എഴുതി കൊടുക്കൂ. എങ്ങനെയാ 1ഉം 0യും ഇട്ടാൽ 10 ആവും. 10 കഴിഞ്ഞാൽ ന്യൂ നമ്പർ ആരാ? പുതിയ നമ്പർ അടുത്തത് 11. ആരാണ്? 11 ആണ്. 11 അവിടെ ഉണ്ട്. പക്ഷെ അടുത്തത് 12 ആണ്. 12 അവിടെ എഴുതണോ? വേണ്ട. കാരണം എന്താ? അവിടെ 12 എഴുതിയിട്ടുണ്ട്. അവര് നമ്മളെ സഹായിച്ചിരിക്കുക. നമ്മളുടെ എല്ലാം ഒന്നും എഴുതിപ്പിക്കില്ല, കുറച്ച് എഴുതിപ്പിക്കുള്ളൂ. 12 കാണാതായിട്ടില്ല, അതുകൊണ്ടാണ്. അടുത്ത ആളെ കാണാനില്ല. ആരാ 12 കഴിഞ്ഞാൽ ഉള്ളതാണ് 13. 13 അവിടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ ഈസ് 14. 14 അവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ ആരാ 15 ആണ്. 15 കഴിഞ്ഞാലോ നെക്സ്റ്റ് നമ്പർ ആരാ 16 ആണ്. 16 എഴുതി കൊടുക്കണം. അത് കഴിഞ്ഞാൽ അപ്പുറത്ത് ആരെയും എഴുതേണ്ടത് 17 ആണ്. 17 അവിടെ ഉണ്ടല്ലോ. അപ്പൊ 17 എഴുതണ്ട. 17 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ ആരാ ദാറ്റ് ഈസ് 18. 18 അവിടെ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതി കൊടുക്കണം. പെൻസിൽ ഉപയോഗിച്ച് അവിടെ എഴുതി കൊടുക്കണം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 18 കൂടെ ഒന്ന് ചേർന്നാൽ ആരാവും? 19 ആവും. 19 അവിടെ എഴുതുക. 19 എഴുതണ്ട, അവിടെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത നമ്പർ ആരാ? അടുത്ത നമ്പർ 20. നമ്മൾ 20 വരെ പഠിച്ചുള്ളൂ. 20 വരെ എഴുതാനുള്ള സ്ഥലവും അവിടെ ഉണ്ട്. അപ്പൊ 20 കൂടെ എഴുതി കഴിഞ്ഞാൽ ആ ആക്ടിവിറ്റി തീർന്നു. ഓക്കെ, ആക്ടിവിറ്റി ചെയ്യുക കേട്ടോ. ബൈ.